രാഹുൽ മാങ്കൂട്ടൽ വിഷയം ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യമായിട്ട് ഇടതുപക്ഷത്തു നിന്ന് സപ്പോർട്ട് കൊടുത്തത് ശ്രീനാദേവി കുഞ്ഞമ്മയായിരുന്നു. അപ്പം ഇത്തരത്തിൽ അന്ന് വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പിന്നീട് പുറത്താക്കുന്നതും, പിന്നീട് കോൺഗ്രസിലോട്ട് മാറി വരുന്നതും, കോൺഗ്രസിന്റെ ലേബിൽ മത്സരിക്കുന്നതും, CPIനെ പരാജയപ്പെടുത്തുന്നതും ഇതെല്ലാം കണ്ടതും പിന്നീട് CPIക്കെതിരെ പല അഴിമതി ആരോപണങ്ങളായി മുമ്പോട്ട് വരുന്നു. പിന്നീട് അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നീട് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കേസ് എടുക്കുന്നു. ആ കേസിൽ പല പല എന്താണ് യഥാർത്ഥ കേസ് എന്താണെന്ന് പോലും അറിയാത്ത പല പല സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പം അതിനെതിരെ RTIയിൽ കൊടുക്കുന്നു, എന്താണ് ശരിക്കുള്ള കേസ്, ആരാണ് തനിക്കെതിരെ കേസ് കൊടുത്തത്, ഏതൊക്കെ വകുപ്പാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ഏറ്റവും എനിക്ക് കിട്ടിയ അപ്ഡേഷൻ പ്രകാരം RTI ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശ്രീനാദേവി കുഞ്ഞമ്മ ആരാണെന്ന് ചോദിക്കുന്നിടത്തും തന്നെ തുടങ്ങേണ്ടി വരും. ചിലപ്പോൾ CPIയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടും ജില്ലാ പഞ്ചായത്ത് സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുന്നത് പോലും സ്വന്തം പാർട്ടിക്കുള്ളിലെ കോടികളുടെ അഴിമതിയുടെ തെളിവുകൾ പുറത്തുവിട്ടതിന്റെ പേരിലാണ് അവർ ആദ്യം ഘോഷിക്കപ്പെടുന്നത്. അതിനുശേഷം ഈ പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും അറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ നിന്നാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അവരാദ്യം വന്നത്. അവര് പുറത്തുവിട്ട വിവരം എന്ന് പറയുന്നത് ശരിക്കും മാധ്യമപ്രവർത്തകർക്ക് ലജ്ജിക്കേണ്ട രീതിയിലുള്ള ഒരു മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു ചാനല് അവർ നടത്തിയ ഒരു കുൽസിത പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രവൃത്തിയെ പറ്റിയിട്ടാണ് ശ്രീനാദേവി ആദ്യമായിട്ട് പുറത്ത് പറഞ്ഞത്. അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണെന്നോ വിശുദ്ധനാണെന്നോ ഒന്നും ആയിരുന്നില്ല. ആ സമയത്ത് രാഹുലിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ത്രീ ആയിരുന്നു അവരെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അവർ ആദ്യമായിട്ട് രംഗത്ത് വന്നത് ഒരാളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. രാഹുലിന്റെ ഇരകളെ തേടി നടന്നിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. രാഹുലിന്റെ ഇരകൾ എന്ന് പറയുന്ന അതിജീവിതന്മാർ ആദ്യമായിട്ട് ബൈറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ തെളിവുകളും ആദ്യം പുറത്ത് വിട്ടുകൊണ്ടിരുന്ന ഒരു പ്രസ്തുത ചാനൽ, പോലീസുകാർക്ക് പോലും കിട്ടാത്ത പല എവിഡൻസ് എക്സ്ക്ലൂസീവ് അവര് മാത്രം പുറത്തു വിടുന്ന, അങ്ങനെ ഇരകൾക്ക് വേണ്ടിയിട്ട് പോലീസിലും മുൻപേ, പരാതികൾ പോലും വരുന്നതിന് മുൻപേ പരാതിക്കാരെ തപ്പി നടന്ന ആ ചാനലിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഇരയല്ലേ? പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളോടുള്ള കാര്യം പറയൂ, തുറന്നു പറയാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ ചാനൽ വഴി ബ്രേക്ക് ചെയ്യാം, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും തരും. ഇവര് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ഇതിൽ ചോദിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീനാദേവിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട മണ്ഡലത്തിലെ, അല്ലെങ്കിൽ ശ്രീനാദേവി സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിലെ വീട് പത്തനംതിട്ടയാണല്ലോ. അപ്പോൾ അങ്ങനെ രാഹുൽ കൂടി ഉൾപ്പെട്ട ഒരു സ്ഥലത്തെ മെമ്പർ കൂടിയാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകയാണ്. അല്ലാതെ തന്നെ കുടുംബങ്ങൾ തമ്മിൽ അറിയാം. ഒരു വിവാഹാലോചനയുടെ കഥകൾ വരെ പുറത്ത് വന്നിരുന്നു. ശ്രീനാദേവിയെ വിവാഹം ആലോചിച്ചിരുന്നു എന്നുള്ള രീതിയിൽ കുടുംബങ്ങൾ തമ്മിൽ. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും പക്ഷെ അവരെ ഈ ഒരു രീതിയിൽ, അതും ഒരു പാർട്ടിയുടെ നേതാവായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയെ, ഒരു സ്ത്രീയാണ് പരിഗണന പോലും കൊടുക്കാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ആരോപണങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന ആൾക്കാരെ അല്ല, പരാതിയില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പോലും ഇടപെട്ടിട്ടില്ലാത്ത ശ്രീനാദേവിയെ ഒരു മാധ്യമ പ്രവർത്തകർ നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇരയല്ലേ? ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, തുറന്നു പറയൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവര് ആദ്യത്തെ തവണ ഇത് വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരത്തില് കഥകൾ ആ മാധ്യമങ്ങൾ മെനയാൻ തുടങ്ങിയപ്പോൾ അവര് കൃത്യമായിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഈ കാര്യം പറഞ്ഞു. ഒരു പ്രസ്തുത ചാനലിന്റെ വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ചിട്ട് ഇത്തരത്തിൽ ചോദിച്ചു. പക്ഷെ എനിക്ക് യാതൊരു വിധത്തിലുള്ള മോശം അനുഭവങ്ങളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇരയാവുന്നത്? പക്ഷെ ഇങ്ങനെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മാധ്യമ പ്രവർത്തനത്തിനെതിരെ, അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ, ആ മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റ് പുറത്തു വരുന്നത്. പക്ഷെ അതെങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യലാവുന്നതെന്ന് എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പെണ്ണ് തുറന്നു പറയുന്നു. അത് പറയേണ്ടി വന്ന സാഹചര്യം, അവരോട് ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, തുറന്നു പറയൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ചു വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് CPI നേതാവ് എന്നുള്ള രീതിയിലായി. അതോടുകൂടി CPIയുടെ ഇത്രയും നാളത്തെ പ്രവർത്തന പാരമ്പര്യം ഒന്നും കണക്കിലെടുക്കാണ്ട് നേതാക്കന്മാർ തന്നെ പറയുന്നു, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകയല്ല ഈ സ്ത്രീ എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾക്ക് അവർ നേരിടേണ്ടി വരുന്നുണ്ട്. ആ സമയം മുതലേ രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്, രാഹുൽ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ആ കാര്യമാണ് പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്ത്രീയുടെ ഒരു അഭിപ്രായ പ്രകടനത്തിന് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിച്ചുകൊണ്ട്
വളരെ മോശമായിട്ട് രീതിയിൽ അവർക്ക് നേരെ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ശ്രീനാദേവി കടന്നു പോന്നിട്ടുള്ള ഒരു വഴികൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ ഫവാസ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് അങ്ങേയറ്റം റെസ്പെക്ട് തോന്നുന്ന ഒരു ലേഡിയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് പേഴ്സണലി എനിക്ക് അവരെ നേരിട്ട് അറിയില്ല. പക്ഷെ ശ്രീനാദേവിയുടെ സ്റ്റാൻഡുകൾ, ശ്രീനാദേവിയുടെ വാക്കുകളൊക്കെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു രീതിയിലാണ്. അവരുടെ സംസാരങ്ങളും എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്, ആരോപണങ്ങളല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ളത് ക്ലാരിറ്റി ഉള്ള തെളിവുകളാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അവര് ഈ അതിജീവിത എന്ന് പറയുന്ന ലേഡിയുടെ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും ഇങ്ങനെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച് വിവാദങ്ങളൊക്കെ തുടങ്ങി വെച്ച റിനി ആൻ ജോർജിനെതിരെ പോലും ശ്രീനാദേവി കൃത്യമായിട്ടും തെളിവുകൾ സഹിതം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പാതിരാത്രി 12:30 ശേഷവും സീക്രട്ട് ചാറ്റിൽ പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് രാഹുലിന് ടെലിഗ്രാം മെസ്സേജസ് അയച്ചതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ ആരോപണം കേൾക്കേണ്ടി വന്ന റിനി ആൻ ജോർജ് ഒന്നും ഇത് തള്ളി പറഞ്ഞിട്ടില്ല, ഇത് നിഷേധിച്ചിട്ടില്ല, തിരിച്ചൊരു ഡിഫമേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്നതിനൊക്കെ കൃത്യമായിട്ടും തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ടും രാഷ്ട്രീയ ഒരു വൈരാഗ്യത്തിലല്ല അവർ പോകുന്നത്. അവർ കൃത്യമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും പറയുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് CPI അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് പറ്റാണ്ട് വന്നു. അവിടെ നിന്ന് അവർ വന്നു കോൺഗ്രസിൽ മത്സരിച്ച് ജയിച്ച് എന്തുകൊണ്ടും സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവർക്കെതിരെ വീണ്ടും വന്നൊരു അവരെ പല രീതിയിലും കോർണർ ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ റേഷൻ കാർഡ് വിവാദം വരുന്നത്. ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഷഹനാസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ശ്രീനാദേവിയെ സൈബർ അറ്റാക്ക് ചെയ്തു. നേരിട്ടും പരസ്യമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ശ്രീനാദേവിക്കെതിരെ ഒരുപാട് മോശം കമന്റുകൾ ചെയ്ത ആൾക്കാരാണ്. പരസ്യ പോരുകൾ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പൊ റേഷൻ കാർഡില് വ്യാജ ID കാർഡ് ഉണ്ടാക്കി ഇലക്ഷനിൽ മത്സരിച്ചു എന്നാക്കി. അതിനുശേഷം ആ കേസ് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ പരാതി വരുന്നത്. അതിന്റെ പേരിൽ മന്ത്രി GR അനിലിന്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് അവരുടെ റേഷൻ കാർഡിൽ നിന്ന് ആ പേര് വെട്ടുന്നത്. ആ സമയത്തും അവർ പ്രതികരിച്ച രീതി ഭയങ്കര രസകരമായിരുന്നു. അവർ പറഞ്ഞു, ആദ്യമായിട്ട് റേഷൻ കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു ലേബലാണ് ശരിക്കും അവർക്ക് കിട്ടിയത്. ഒരു ജനപ്രതിനിധിയായിട്ട് പോലും അവർ റേഷൻ കാർഡിൽ പേരില്ല, റേഷൻ കാർഡിൽ നിന്ന് വെട്ടിക്കളയുക ചെയ്തത്. ഓക്കെ ഫൈൻ. പക്ഷെ അവരവിടെയും കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് അവർ ആ കേസിന്റെ പിന്നാലെ പോകുമ്പോഴും അത് ആ പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടദാന പത്രികയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ശ്രീനാദേവിക്ക് എതിരെ കൊടുത്ത പരാതി വ്യാജമാണെന്ന് ഇപ്പൊ തന്നെ തെളിഞ്ഞു. പക്ഷെ റേഷൻ കാർഡിലേക്ക് പേരിന്റെ കാര്യം വരുമ്പോൾ അവർ ഈ പരാതി ആരാണ് കൊടുത്തത് ഒരു 4 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന് കത്ത് കൊടുത്തിരുന്നു. 22/4/2026, അതായത് കഴിഞ്ഞ മാസമാണ് കൊടുത്തത്. ഒരു മാസത്തിനുള്ളിൽ ഇത്തരം പരാതികൾക്ക് അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടിയിരിക്കണം. ഇവർക്ക് മറുപടി വന്നത് ഇന്നലെ, അതായത് 20-ാം തീയതിയാണ് മറുപടി വന്നത്. 21 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം തികഞ്ഞു, 30 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അവർ തിരക്ക് പിടിച്ച് ഇന്നലത്തെ ദിവസം മറുപടി കൊടുത്തു. ഇവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റേഷൻ കാർഡ് റദ്ദ് ചെയ്യുന്നതിനിടയാക്കിയ പരാതി ഏതാണ്, പിന്നെ വരുന്നത് ഒബിയസ്ലി അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ന്യായമായിട്ടും അവർക്ക് അറിയേണ്ട കാര്യമാണ്. പിന്നെ പരാതിക്കാരുടെ മൊഴി, പിന്നെ ചോദിച്ചിരിക്കുന്നത് പരാതിക്കാർ സാക്ഷികളെ ഹാജരാക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ മൊഴി, പിന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി. അന്വേഷണം നടന്നല്ലോ, അന്വേഷണം നടന്നിട്ടാണല്ലോ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയത്. അപ്പോൾ അതിന് അന്വേഷണ റിപ്പോർട്ടും, നമുക്കെതിരെ ഒരു പരാതി വരുമ്പോൾ നമുക്കത് അറിയാം, എന്താണ് പരാതി എന്നെങ്കിലും അറിയാനുള്ള സാമാന്യ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു അവകാശം ഉണ്ടല്ലോ നമുക്ക്. അതുപോലും ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ശ്രീനാദേവിനോട് ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ ഇന്നലെ കൊടുത്തിരിക്കുന്ന ഈ മറുപടിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വന്നിരിക്കുന്നത് ഹിയറിംഗ് ദിവസം ഹാജരായ താങ്കളുടെ മൊഴിപ്പകർപ്പ്, മറ്റ് അനുബന്ധ രേഖകളുടെ പകർപ്പുകൾ എന്നിവ ആകെ 8 പേജ് ഉള്ളതായി കാണുന്നു. അത്തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഉത്തരവുകളൊന്നും തന്നെ കാര്യാലയത്തിൽ ലഭിച്ചിട്ടില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അനാവശ്യ ഇടപെടൽ ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ വിവരാവകാശ നിയമം സെക്ഷൻ 8(1) പ്രകാരം അനുവദിക്കാൻ സാധിക്കുന്നതല്ല. ആയതിനാൽ താങ്കൾ ആവശ്യപ്പെട്ട പരാതിക്കാരുടെ മൊഴിപ്പകർപ്പ്, പരാതിക്കാരുടെ ഭാഗം, സാക്ഷികളുടെ മൊഴിപ്പകർപ്പ്, സാക്ഷികളുടെ മൊഴികൾ എന്നിവ, റിപ്പോർട്ടിന്റെ പകർപ്പുകൾ എന്നിവ നൽകാൻ നിർവാഹമില്ല. അതായത് ഈ പരാതി കൊടുത്തവരുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടില്ലാത്തത് കൊണ്ട്, അതായത് ഒരാളുടെയും വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അനാവശ്യ ഇടപെടലാകും പരാതി കൊടുത്ത ആളുടെ. നമുക്കെതിരെ ഒരു പരാതി വരുമ്പോ നോർമലി നമുക്കത് അറിയാനുള്ള റൈറ്റ് ഇല്ലേ ഫവാസ്?
എനിക്കെതിരെ ഫവാസ് ഒരു പരാതി കൊടുത്തു, എനിക്കെതിരെ നടപടി വന്നു. പക്ഷെ അത് എന്ത് പരാതിയാണ് ഫവാസ് കൊടുത്തത്, അതെ ഫവാസിന്റെ മൊഴി എന്തായിരുന്നു, ഫവാസ് ഹാജരാക്കിയ രേഖകൾ എന്താണ്, ഇതൊക്കെ അറിയാനുള്ള സാമാന്യമായിട്ടുള്ള അവകാശം എനിക്കില്ലേ? പക്ഷെ അതില്ല. അത് പരാതി കൊടുത്ത ഫവാസിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ആ ഒരു മൂല്യങ്ങൾക്കൊക്കെ വില നൽകിക്കൊണ്ട് ഫവാസിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് പറയാൻ പാടില്ല. അപ്പൊ പരാതിക്ക് നടപടി നേരിടേണ്ടി വന്ന ആൾക്ക് യാതൊരുവിധ മൂല്യങ്ങളും ഇല്ല, വ്യക്തി സ്വാതന്ത്ര്യങ്ങളും ഒന്നുമില്ല. ഇത് ഏറ്റവും കഷ്ടമായിട്ട് ഇപ്പൊ തോന്നിയത് എന്താന്ന് വെച്ചാൽ ഈ വിവരാവകാശ രേഖ അല്ലെങ്കിൽ ഈ ഒരു മറുപടി വന്നിരിക്കുന്നത് ഇന്നലെയാണ്. അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇത്രയും നാളില് LDF സർക്കാർ ശ്രീനാദേവിയെ വേട്ടയാടിയത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഭരണം മാറിയിട്ട് പോലും ശ്രീനാദേവിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ, ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന്റെ നിയമവശം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിലിപ്പം എനിക്കൊന്നൊരു കാര്യം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെയാണ് ഈ പറഞ്ഞ പോലെ മന്ത്രിസഭ വകുപ്പ് വിഭജനം ഇന്നലെ രാത്രി മുതലാണ് അവർ ഏറ്റെടുക്കാൻ തുടങ്ങുന്നത്. ഇന്ന് മുതലാണ് അവർക്ക് വാഹനം കിട്ടുന്നത്. അപ്പം ഇത് അന്ന് അവർ കൊടുത്തതിന്റെ നടപടിയുടെ ബാക്കി പ്രതിഫലം മാത്രമായിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നത്. കാരണം മന്ത്രിസഭ ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് വകുപ്പ് ഏതൊക്കെയാണെന്നുള്ളതും അവരുടെ വണ്ടി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഇപ്പം ആഭ്യന്തര കാര്യം, മുഖ്യമന്ത്രി സ്ഥാനം, ധനവകുപ്പൊക്കെ ഓൾറെഡി തീരുമാനമായിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ വകുപ്പൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഇന്നലെ മുതൽ ഫിക്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങൾ, കാരണം ഇപ്പം അറിയാലോ കോൺഗ്രസ് അവരുടെ കുട്ടികൾക്കെതിരെയുള്ള കേസുകൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അവർ കേരള കാര്യമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആശാവർക്കർമാരെ കാര്യം ബന്ധപ്പെട്ട് അവരുടെ നിലപാട് അവരെന്താണോ പറഞ്ഞത് അത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ കിട്ടേണ്ട പ്രിവിലേജിനേക്കാളും അപ്പുറം ഒരാളുടെ ന്യായമായിട്ടുള്ള ആവശ്യം കൂടിയാണത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വിഷയത്തിലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊരു നടപടി ആവശ്യമാണ്. ഇതിപ്പോ സർക്കാരിന് അതീതമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഏതോ ആയിക്കോട്ടെ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലക്ക് ഇത് RTI കൊടുക്കേണ്ട കാര്യമാണിത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെതിരെ ഒരു കേസ് എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. ഏത് വകുപ്പാണ് എനിക്കെതിരെ ഇട്ടിട്ടുള്ളത്, ഏതൊക്കെ ആൾക്കാരാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് മൊഴി കൊടുത്തിട്ട്, കാരണം അതറിഞ്ഞാൽ എനിക്കതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയായിട്ടോ മറ്റെന്ത് കാര്യങ്ങളായാലും അതുമായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് യഥാർത്ഥ കേസ് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടണം. അത് അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അതൊരു മാറ്ററല്ല. പക്ഷെ അവർ ഈ സാധനം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരുള്ളത് എന്നുള്ളത് അവർ ആർക്കൊക്കെയോ വേണ്ടിയാണ് ഈ സാധനം. അപ്പം എനിക്ക് തോന്നുന്നത് എന്തായാലും മന്ത്രിസഭ കഴിഞ്ഞല്ലോ, അപ്പോൾ ആ പോണ പോക്കിൽ എല്ലാ സാധനത്തിനും ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് മാക്സിമം നോക്കുന്നുണ്ടാവും ഒരു വർഷത്ത്.